മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയുടെ കണ്ണീരിന് പകരമായിട്ട് ആ സിദ്ധയായ അമ്മ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കരുണ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ്. ആ സന്തോഷം കരുണ ഉണ്ണിയായിട്ട് പങ്കുവയ്ക്കുമ്പം ഉണ്ണിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പം എന്തായാലും ഇനി ആ കുഞ്ഞ് തിരിച്ചു വരുമെന്ന് അറിയില്ല. കുറച്ച് സമയം കൂടി കഴിയട്ടെ, എന്നിട്ട് സന്തോഷിക്കാം. ഇനി ആ കുഞ്ഞെങ്ങാനും തിരികെ വന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഉണ്ണിയേട്ടൻ എന്തൊക്കെയാണ് ഈ പറയണത്? അതൊരു കുഞ്ഞു കൊച്ചല്ലേ, അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ അതെങ്ങനെ തിരികെ വരാനാ? അത് മാത്രമല്ല, വെറുതെ കളയൊന്നും അല്ല, അതിനെ കൊന്നു കളയാനാ സാധ്യത എന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അപ്പം നിൻ്റെ അച്ഛനെ സംശയിക്കൂലേ എന്ന് ചോദിച്ചതും അച്ഛനെ സംശയിച്ചാലും അച്ഛനത് പ്രശ്നമൊന്നുമല്ല. എന്തായാലും ഉണ്ണിയേട്ടൻ്റെ അച്ഛനെ കൊന്ന കേസിൽ അച്ഛൻ ജയിലിൽ പോവും. അതിൻ്റെ കൂടെ ഈ ശിക്ഷയും കൂടെ അനുഭവിച്ചാൽ പോരെ. എൻ്റെ അച്ഛന് പ്രധാനം എൻ്റെ സന്തോഷം കാണുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഓണം വരാൻ അധിക സമയമൊന്നുമില്ലല്ലോ. അതിനുള്ളിൽ ആ കുഞ്ഞിൻ്റെ കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണനും മഹാലക്ഷ്മി ഓണം ആഘോഷിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നോളും. നമുക്ക് സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുകയും ചെയ്യാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആ ഭിക്ഷക്കാരനാണെങ്കിൽ കുഞ്ഞിനെ ഒരു കടത്തിനെ കിടത്തിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞ് നല്ല ഉറക്കം തന്നെയാണ്. അയാൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ കുഞ്ഞ് ആരുടെ കുഞ്ഞായിരിക്കും, ആരെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കും. എന്തായാലും ഈ കുഞ്ഞിനെ വിറ്റ നല്ലൊരു എമൗണ്ട് കൈ കിട്ടും, ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതേ സമയം നമ്മളുടെ മാർക്കോയും അനന്തും അതുപോലെ ആ പോലീസ് ഓഫീസറും കുഞ്ഞിനെ തേടി അലയുന്നുണ്ട്. എന്നിട്ട് മാർക്കോ എസ് ഐനെ വിളിച്ചതും എസ് ഐ പറയുന്നുണ്ട്, ഇതുവരെ കുഞ്ഞിനെക്കുറിച്ചൊരു വിവരവും കിട്ടിയിട്ടില്ല. എന്തായാലും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടുപിടിക്കുമെന്ന്. അങ്ങനെ മാർക്കോ അനന്തുവിനോട് പറയുന്നുണ്ട്, സാറേ ഞാനൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം, എന്തായാലും കുഞ്ഞിനെക്കുറിച്ച് ഇതുവരെയും ഒരറിവും കിട്ടിയില്ലല്ലോ, അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചാൽ മനസ്സിനൊരു സമാധാനം എങ്കിലും കിട്ടുമെന്നും പറഞ്ഞ് മാർക്കോ അമ്പലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഇറങ്ങുന്നുണ്ട്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, ഞാനും വരാം മാർക്കോ എന്ന് പറഞ്ഞതും എന്നാൽ സാറും പോരേന്ന് പറയണം. അങ്ങനെ അനന്തും മാർക്കോവും അമ്പലത്തിൽ ചെന്ന് നിന്ന് കൈയൊപ്പി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മിനെയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളമാണ്. ലേഹയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ലേഹയെ എന്നോട് ഈ ചതി ചെയ്തത്? നിനക്ക് കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയത്, അല്ലെങ്കിൽ ഞാൻ മഞ്ജുവിനെ അമ്മയെ ഏൽപ്പിച്ചിട്ടല്ലേ ഇരുന്ന പോകുള്ളൂ. എന്നിട്ട് എന്താ ലേഹയെ നീ നോക്കാതിരുന്ന? എൻ്റെ പൊന്നു മോളെ എവിടെ, അവളെ ആരാ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, മഹി ഞാനൊന്നും ചെയ്തില്ല മഹി, ഞാൻ കുളിക്കാൻ കയറിയ സമയത്ത് ജാനമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. ജാനമ്മ ആ നേരം അടുക്കളയിലേക്ക് പോയതും ആരോ വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് പോയി മഹി, ജാനമ്മ വാതിൽ തുറന്നിട്ടതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ജാനമ്മയെ അല്ലല്ലോ ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചത്, നിന്നെ അല്ലേ ലേഹയെന്ന് വെച്ചതും ലേഹയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇരുന്ന് കരയുമ്പോൾ ജാനമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എത്ര നല്ല മക്കളായി ഇരുന്ന് കരയണേ, ആ ദുഷ്ടൻ പ്രതാപൻ എന്തിനായിരിക്കും ആ കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കണം? ആ കുഞ്ഞിനെ കൊന്നിട്ട് അയാൾക്ക് എന്ത് ഗുണം കിട്ടാനാ? അയാൾക്കും ഉണ്ടല്ലോ ഒരു മകള്, ആ മകൾക്ക് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അയാൾ സഹിക്കുമോ? എന്തായാലും ഭഗവാനെ, എന്നെയും കൊണ്ട് തന്നെ ആ ക്രൂരത നീ ചെയ്യിച്ചല്ലോ, എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനൊരു ആപത്തും കൂടാതെ അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ എത്തിക്കണേ. എന്നാലും ഞാൻ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോള് ലേഹമോളെ കുറ്റപ്പെടുത്തണ്ട, ലേഹമോള് കുഞ്ഞിനെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ സമയത്ത് ഞാനൊന്ന് അടുക്കളയിലേക്ക് പോയി, എൻ്റെ കയ്യിലെ തെറ്റാന്ന് പറഞ്ഞതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നാലും എങ്ങനെ തോന്നി ജാനമ്മയെ മോളെ അവിടെ ഒറ്റയ്ക്ക് കെടുത്തിയിട്ട് ജാനമ്മയ്ക്ക് പോകാൻ? ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എവിടെ പോയി തേടുമെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി ഇരുന്ന് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. എന്തായാലും ഇന്നത്തോടുകൂടി കുഞ്ഞിൻ്റെ കഥ കഴിയും. അതുമാത്രമല്ല, ഈ ഓണം കണ്ണനും മഹാലക്ഷ്മിക്ക് കണ്ണീരായിരിക്കും. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അവർക്ക് മാത്രമല്ലടാ, ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ ഡെയിലി കെട്ടി ഒരുങ്ങി അമ്പലത്തിലേക്ക് പോണ ആ മോഹിനി, അവൾക്കും ഈ പ്രാവശ്യത്തെ ഓണം കണ്ണീര് തന്നെയായിരിക്കും. നമ്മളുടെ കരണമോൾക്ക് മാത്രമേ ഈ ഓണം സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, നമ്മളുടെ മോളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ നമ്മളിതെല്ലാം ചെയ്തത്, എത്ര പ്രാവശ്യം ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കി. ഒരിക്കൽ ആ കള്ളസന്യാസി വിഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? അത് ഒരു പ്രാവശ്യം അല്ലല്ലോടാ, 2 പ്രാവശ്യം കള്ളസന്യാസി വിഷം കൊടുത്തു, എന്നിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. ഈ പ്രാവശ്യം മാത്രം നമ്മൾ വിജയിച്ചോളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും അനന്തും ആണെങ്കിൽ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തിരികെ കിട്ടണമെന്നും പറഞ്ഞ്. ആ സമയത്ത് ആ ദിവ്യയായ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയെ കണ്ടതും
ആർക്ക് സങ്കടത്തോടുകൂടി അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ കണ്ണൻ സാറിൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന്. ആ സമയത്ത് സിദ്ധയായ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് നേരാ മാർക്കോ, പക്ഷേ ആ മോൾക്ക് ഒരാപത്തും വരില്ല. ആ മോള് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ എത്തും. ആ മോളെ ദൈവം കാത്തോളൂ. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, മോളിപ്പോൾ എവിടെയുണ്ട് അമ്മയെന്ന് ചോദിച്ചതും മോള് സുരക്ഷിതയായിട്ട് തന്നെയുണ്ട്, നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ടാന്ന്. അങ്ങനെ മാർക്കോ അമ്മയോട് പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ആരാന്ന് അമ്മയ്ക്ക് അറിയുമെന്ന് ചോദിച്ചതും അത് പിന്നെ ആരാന്ന് പ്രത്യേകം ചോദിക്കാനില്ലല്ലോ, ആ പ്രതാപൻ തന്നെയാണ്. പ്രതാപനും പ്രതാപൻ്റെ അമ്മയും മോളും കൂടി ചേർന്നിട്ട് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കണമെന്ന് പറഞ്ഞതും മാർക്കോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പ്രതാപനെ ഞാൻ ഇനി വെറുതെ വിടാൻ പോണില്ല എന്ന് പറഞ്ഞതും നീ അയാളെ കൊല്ലാനൊന്നും നിൽക്കണ്ട, എന്തായാലും നീ അയാളെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാരെ, ഇത്രയും വലിയ ക്രൂരത ഒരു ചെറിയ കുഞ്ഞിനോട് ചെയ്ത അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞതും മാർക്കോ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ ആ പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞതും അമ്മ പറയുന്നുണ്ട്, വേണ്ട മാർക്കോ, കുഞ്ഞിനെ തിരികെ കിട്ടിട്ട് അതിനുശേഷം നീ ആ പ്രതാപനെ ഒന്ന് പോയി കണ്ടാൽ മതി. പ്രതാപനെ മാത്രമല്ല പ്രതാപൻ്റെ അമ്മേനെയും മോളെയും ഒക്കെ നീ ഒന്ന് കാണണം, ഇല്ലെങ്കിൽ അവർ വീണ്ടും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ അമ്മയെന്ന് ചോദിച്ചതും ധൈര്യമായിട്ട് പോയിക്കോ, അധികം വൈകാതെ തന്നെ ആ മോള് ഒരു കുഴപ്പവും കൂടാതെ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിലെത്തുമെന്ന്. ഇതേസമയം കണ്ണനാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലിരിക്കുകയാണ്, ഇനി എവിടെ പോയി മോളെ തേടും. എന്നാലും ആരായിരിക്കും മോളെ കൊണ്ടുപോയത്? മിക്കവാറും ആ പ്രതാപനും വാമദേവനും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ. അവരെന്തായാലും ഞാൻ വെറുതെ വിടാനൊന്നും പോണില്ല. ഇത്രയും നാൾ ഞാൻ പല കാര്യത്തിലും കണ്ണടച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടെണ്ണത്തിനെ ഞാൻ ജീവനോടെ വെച്ചേക്കൂല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയും ദുർഗേനെയാണ്. രണ്ടുപേരും പൂജാമുറിയിലോട്ട് കയറുന്നുണ്ട്. പൂജാമുറി കയറിയതും മഹാലക്ഷ്മി എന്നും പൂജിക്കുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വിളക്ക് കത്തിച്ചിട്ട് നല്ലോണം നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണേട്ടൻ്റെ കുഞ്ഞിനൊന്നും വരുത്താതെ തിരിച്ചു തരണേ ഭഗവാനെ എന്നും പറഞ്ഞ് മഞ്ജു പ്രാർത്ഥിക്കുമ്പം ദുർഗയും അതുപോലെ തന്നെ എൻ്റെ പേരക്കിടാവിനൊരാപത്തും വരാതെ അതിനെ തിരിച്ചു തന്നെ ഭഗവാനെ, അതിനെ ഉപദ്രവിക്കാൻ നോക്കുന്നവരാരായാലും അവരെ വെറുതെ വിടല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അയ്യപ്പ വിഗ്രഹത്തിൽ നിന്നും എന്തോ ഒരു തേജസ് ഉയർന്നു പറഞ്ഞ പോലെ മഞ്ജുവിനും ദുർഗയ്ക്കും തോന്നുന്നുണ്ട്. എന്നിട്ട് ദുർഗ മഞ്ജുവിനോട് പറയുന്നുണ്ട്, മോളെ ഇതേ നോക്കിക്ക്, ആ വിഗ്രഹത്തിൽ എന്തോ ഒരു തേജസ് ഉള്ളതുപോലെ മോൾക്ക് തോന്നണില്ലേ എന്ന് ചോദിച്ചതും അമ്മേ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കും തോന്നി. എന്തായാലും ഏടത്തി വേട്ടനും പറയണ പോലെ ഇത് വെറും ഒരു വിഗ്രഹമൊന്നുമല്ല, ജീവനുള്ള വിഗ്രഹം തന്നെ. അതുകൊണ്ട് ഈ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏടത്തിയുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ നടത്തി കൊടുക്കുന്നത്. അതുമാത്രമല്ല എത്ര പ്രാവശ്യം കണ്ണേട്ടനെ ഏടത്തിയെ അപായപ്പെടുത്താൻ എല്ലാവരും നോക്കി, എന്നിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഈ അയ്യപ്പ ഭഗവാന്റെ കാവല് ഏട്ടനും ഏടത്തിക്കും ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ കുഞ്ഞിനും കാണും അമ്മ. അതുകൊണ്ട് മിക്കവാറും കുഞ്ഞിന് ആപത്തൊന്നും കൂടാതെ നമുക്ക് തിരിച്ചു കിട്ടുമായിരിക്കും. അന്നേരം ദുർഗ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതാപനെയും വാമദേവനെയും ഞാൻ വെറുതെ വിടാൻ പോണില്ല എന്ന് പറഞ്ഞതും മഞ്ജു പറയുന്നുണ്ട്, അവർ മാത്രമല്ല അമ്മയുടെ ഇളയ മോനും ഇതിൽ പങ്കുണ്ടാവും, അവനും അവളും ഇപ്പോൾ സന്തോഷിക്കുമായിരിക്കും കുഞ്ഞിനെ കാണാനില്ലല്ലോ എന്ന് കേട്ടിട്ട്. എന്തായാലും തിരികെ കിട്ടട്ടെ, അതിനുശേഷം ഞാൻ അവളെയും അവനെയും ഇവിടുന്ന് അടിച്ചിറക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഭിക്ഷക്കാരനാണെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് പോലീസ് വണ്ടി വരുന്നത്. പോലീസ് വണ്ടി കണ്ടതും ഇയാൾക്ക് ഭയങ്കര പേടിയായിട്ട് ഇയാൾ വെപ്രാളപ്പെടണ കാണുമ്പോൾ എസ് ഐ പോലീസുകാരോട് പറയുന്നുണ്ട്, ആ ഭിക്ഷക്കാരൻ നമ്മളുടെ വണ്ടി കണ്ടപ്പോൾ എന്താ ഇങ്ങനെ വെപ്രാളപ്പെടണേ, അതിലെന്തോ കാര്യമുണ്ടല്ലോ, താൻ ആ വണ്ടി ഒന്ന് നിർത്തിയെന്ന് പറയണോ. അങ്ങനെ പോലീസ് ജീപ്പ് ആ ഭിക്ഷക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയതും ഭിക്ഷക്കാരനാണെങ്കിൽ തിരിഞ്ഞ് ഓടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് എസ് ഐ നിൽക്കട അവിടെ എന്നും പറഞ്ഞ് വിളിച്ചതും ഇയാൾ വേഗം ഓടാണ്. പക്ഷേ ഇയാൾക്ക് കാലിന് എന്തോ വയ്യായിക ഉള്ളതുകൊണ്ട് വേഗത്തിലൊന്നും ഓടാൻ പറ്റണില്ല. ആ സമയം എസ് ഐ പറയുന്നുണ്ട്, അയാളെ പിടിക്കട, അയാളുടെ കയ്യിലൊരു പൊതി ഉണ്ടല്ലോ, അതെന്താ, ഇനി അത് ആ കുഞ്ഞെങ്ങാനും ആണോ, നീ ചെന്ന് അയാളെ പിടിച്ചതെന്ന് പറഞ്ഞതും പോലീസുകാരൻ വേഗം ഡോറ് തുറന്നിറങ്ങി അയാളുടെ പിന്നാലെ ഓടുമ്പോഴേക്കും എസ് ഐയും ഡോറ് തുറന്നിറങ്ങി ആ ഭിക്ഷക്കാരൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. ഇത്തിരി അങ്ങോട്ട് ഓടിക്കഴിഞ്ഞതും ആ ഭിക്ഷക്കാരൻ തിരിഞ്ഞു നോക്കുമ്പം രണ്ടുപേരും ചേർന്ന് ഈ ഭിക്ഷക്കാരൻ്റെ തൊട്ടടുത്തെത്തി. പിന്നെ ഓടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അയാൾ അവിടെ നിൽക്കുമ്പം പോലീസ് അയാളെ ചെന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് നോക്കണ സമയത്ത് അയാളുടെ കയ്യിലൊരു കുഞ്ഞിരിക്കണം കണ്ടതും എസ് ഐ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞ് ഏതാടാന്ന് ചോദിച്ചതും ഇതെൻ്റെ കുഞ്ഞാന്ന് പറയണം. അന്നേരം എസ് ഐ അയാളുടെ ചെകിട് നോക്കി ഒന്ന് കൊടുത്തതും അയാൾ പറയുന്നുണ്ട്, സാറേ എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞതും ഈ പോലീസുകാരനാണെങ്കിൽ ആ കുഞ്ഞിനെ അയാളുടെ ഇന്ന് വാങ്ങിയിട്ട് നോക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, ഇതേ നോക്കിയേ സാറേ, ഇത് ഇയാളുടെ കുഞ്ഞൊന്നുമല്ല, ഇതായിരിക്കും കണ്ണൻ സാറിൻ്റെ കാണാതായ കുഞ്ഞെന്ന്. അങ്ങനെ എസ് ഐ നോക്കിയിട്ട് ഇയാളോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ നിന്നാണ് ഈ കുഞ്ഞിനെ എടുത്ത്? അനന്ത് സാറിൻ്റെ വീട്ടിൽ നിന്നാണെന്ന് ചോദിക്കുമ്പം, ഇല്ല സാറേ, ഞാൻ ഈ കുഞ്ഞിനെ എവിടെ നിന്നും എടുത്തതല്ല, എനിക്ക് ആ വേസ്റ്റ് കൂമ്പാരത്തിൻ്റെ അടുത്തുനിന്ന് ഈ കുഞ്ഞിനെ കിട്ടിയത്. അന്നേരം വീണ്ടും ഈ എസ് ഐ ഇയാളെ തല്ലിയിട്ട്, സത്യം പറയടാ, നീ അനന്ത് സാറിൻ്റെ വീട്ടിൽ നിന്നല്ലേ കുഞ്ഞിനെ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ, അല്ല സാറേ, ഞാൻ സത്യം പറഞ്ഞതാ, ഞാൻ അവിടെ എന്തെങ്കിലും ആക്രി സാധനങ്ങൾ ഉണ്ടോയെന്ന് നോക്കാൻ പോയതാ, അപ്പോഴാണ് ഈ കുഞ്ഞവിടെ കിടന്ന് ഉറങ്ങണം കണ്ടത്, അതിനെ കണ്ടപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നു എന്നുള്ളൂ, അല്ലാതെ ഞാൻ ആരുടെയും കുഞ്ഞിനെ കട്ടുകൊണ്ട് വന്നതൊന്നും അല്ലാന്ന്.
എന്നിട്ട് ഈ കുഞ്ഞിനെ കിട്ടിയ വിവരം താൻ സ്റ്റേഷനിൽ അറിയിക്കാതിരുന്ന എന്താണെന്ന് ചോദിച്ചതും അത് സാറ് ഞാൻ സ്റ്റേഷനിലേക്ക് വരാമെന്ന് കരുതിയിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും SI ചോദിക്കുന്നുണ്ട് എന്നിട്ടാണോ പോലീസ് ജീപ്പ് കണ്ടപ്പോൾ താൻ ഓടിയെന്ന് ചോദിച്ചതും ഇയാളാണെങ്കിൽ ആകെ പരുങ്ങുന്നുണ്ട്. എന്നിട്ട് ഈ പോലീസുകാരൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കുഞ്ഞിനെ കിട്ടിയില്ല സാറേ, ഇനി അയാളെ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറയുമ്പോൾ SI പറയുന്നുണ്ട് അത് ശരിയാവില്ല, ഇയാളെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റ്, ഞാനിപ്പോൾ തന്നെ മാർക്കോയെ വിളിച്ച് വിവരം പറയാമെന്ന്. അങ്ങനെ ഈ SI ആണെങ്കിൽ ഫോണെടുത്ത് മാർക്കോയെ വിളിക്കുന്നുണ്ട്. ഇതേസമയം മാർക്കോയും അനന്തും ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഇനി കണ്ണനോടും മഹാലക്ഷ്മിയോടും എന്ത് പറയും, ഇനി എങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന സമയത്താണ് മാർക്കോയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിക്കണ കേട്ടതും മാർക്കോ ഫോൺ എടുത്തിട്ട് SI അല്ല വിളിക്കണേന്ന് പറഞ്ഞ് വേഗം കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ സാറേ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിച്ചതും ഈ SI പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, കുഞ്ഞ് അതാണൊന്നൊന്ന് നോക്കിയെന്ന്. അങ്ങനെ മാർക്കോ വേഗം തന്നെ വാട്സപ്പ് ഓൺ ചെയ്ത് നോക്കിയതും കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടിട്ട് അനന്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സാറേ നോക്കിക്കേ, ഇതേ കണ്ണൻ സാറിൻ്റെ കുഞ്ഞെന്ന്. അന്നേരം അനന്ത് പറയുന്നുണ്ട് ഇത് നീലമോളാണല്ലോ, മോളിപ്പോൾ എവിടെയാണ് മാർക്കോ ഉള്ളതെന്ന് ചോദിച്ചതും അതൊന്നും അറിയില്ല, SI വിളിച്ചിട്ട് ഈ ഫോട്ടോ നോക്കാനാ പറഞ്ഞേ, എന്തായാലും ഞാൻ സാറിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു മാർക്കോ ഫോണിൽ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് അത് കണ്ണൻ സാറിൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞതും SI പറയുന്നുണ്ട് എന്നാൽ നിങ്ങളിനി കുഞ്ഞിനെ തേടി അങ്ങും പോകണ്ട, കുഞ്ഞിനെ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് എവിടെന്നാ സാറേ കിട്ടിയ, ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ നേരിട്ട് പറയാം, എന്തായാലും ഞങ്ങളുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇടാം, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നേരെ, ഞങ്ങൾ കുഞ്ഞുമായിട്ട് സ്റ്റേഷനിലേക്ക് വരാം, മഹാലക്ഷ്മിയോടും കണ്ണനോടും സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ മാർക്കോ ഫോൺ വെച്ചതും വേഗം തന്നെ അനന്തു കാര്യം ചോദിക്കുമ്പോൾ മാർക്കോ വിവരങ്ങളൊക്കെ പറഞ്ഞതും അനന്തു വേഗം ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ട്. കണ്ണൻ ഫോൺ എടുത്തതും എന്തായാലും അനന്തു എൻ്റെ മോളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിച്ചതും ഉപാടെ കണ്ണ മോളെ കിട്ടി, മോൾ എവിടെ എന്നിട്ട് മോൾ നിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല എൻ്റെ കയ്യിലില്ല, പോലീസിൻ്റെ കയ്യിലാണ്, നമ്മളോട് എല്ലാവരോടും സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു, ഇപ്പോൾ പോലീസ് മോളുമായിട്ട് സ്റ്റേഷനിലേക്ക് എത്തും, നീ മഹീനെയും കൂട്ടി എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന്. അങ്ങനെ കണ്ണനാണ് ഈ ഫോൺ വെച്ചതും സന്തോഷത്തോടുകൂടി മഹി മഹി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ കണ്ണേട്ടാ മോളെ കിട്ടിയോ എന്ന് ചോദിച്ചതും മഹി മോളെ കിട്ടി. സമയത്ത് ലേഖ്യം ചോദിക്കുന്നുണ്ട് നേരാണോ കണ്ണേട്ടാ മോളെ കിട്ടിയോ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതും അതൊന്നും അറിയില്ല, മോളെ കിട്ടിയെന്ന് മാത്രമേ അറിയുള്ളൂ, എന്നിട്ട് മോളെ എവിടെ ആരുടെ കയ്യിലാന്ന് ചോദിച്ചതും പോലീസിനെ കിട്ടിയേക്കണേ, നമ്മളോട് എല്ലാവരോടും സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു, പോലീസ് മോളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വരുന്നു. എന്നാൽ കണ്ണേട്ട വീട്ടിൽ വിളിച്ച് മഞ്ജുവിനോട് വിവരം പറ, അവളാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചതും ഞാനിപ്പോൾ തന്നെ വിളിച്ച് വിവരം പറയാം മഹീന്നും പറഞ്ഞ് കണ്ണനാണെങ്കിൽ ഫോൺ എടുത്ത് മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. ഇതേസമയം മഞ്ജുവും തുർക്കി ഇങ്ങനെ ആകെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് മഞ്ജുവിൻ്റെ ഫോൺ ബെല്ലടിക്കണേ. ഫോൺ എടുത്ത് നോക്കിയതും കണ്ണേട്ടനെ അല്ല അമ്മയെ വിളിക്കണേ, മോളെ ഫോൺ എടുക്കുക കുഞ്ഞിൻ്റെ കാര്യം പറയാനായിരിക്കും വിളിക്കണേന്ന് ദുർഗ പറഞ്ഞതും മഞ്ജു വേഗം തന്നെ ഫോൺ എടുത്ത് കണ്ണേട്ട കുഞ്ഞിനെ കിട്ടിയോ എന്ന് ചോദിച്ചതും ഉവാടി കുഞ്ഞിനെ കിട്ടി, എന്നിട്ട് കുഞ്ഞ് എവിടെയാണ് കണ്ണേട്ട ഇപ്പോൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല കുഞ്ഞിനെ പോലീസിനെ കിട്ടി, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കുഞ്ഞിനെ വാങ്ങാൻ പോവാന്ന്. അത് കേട്ടതും മഞ്ജുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ കണ്ണേട്ടാന്ന് ചോദിച്ചതും അതൊന്നും അറിയില്ലടി, സ്റ്റേഷനിൽ ചെന്നാലും അറിയാൻ പറ്റുള്ളൂ, എന്തായാലും മോളെ കിട്ടിയല്ലോ സമാധാനം എന്നും പറഞ്ഞ് മഞ്ജു ഫോൺ വെച്ചതും ഇവിടെ ചോദിക്കുന്നുണ്ട് എന്തായി മോളെ കുഞ്ഞിനെ കിട്ടിയോന്ന് വെച്ചതും അമ്മയെ കുഞ്ഞിനെ കിട്ടിയെന്ന് പറയണു. ഇത് കേട്ടുകൊണ്ട് വന്ന കരുണയുടെ മുഖമാണെങ്കിൽ ആകെ അങ്ങോട്ട് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകുന്നുണ്ട്. ഈ സമയത്ത് മഞ്ജു ഈ കരുണയുടെ മാറ്റം കാണുന്നുണ്ട്. എന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താടി കുഞ്ഞിനെ കിട്ടിയെന്ന് കേട്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കരുണ മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി മഞ്ജുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.